നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഉപതെരഞ്ഞെടുപ്പുകളടക്കം പ്രഖ്യാപിക്കപ്പെടുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത്തരം ഉപതെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. കാരണം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിലേതാണ്. കശ്മീരിലെ തെരഞ്ഞെടുപ്പിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ കമ്മീഷന് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ താരതമ്യേന ചെറിയ സംസ്ഥാനമായ ഹരിയാനയെ കൂടി ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാടടക്കമുള്ള പല സംസ്ഥാനങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ 10 മണ്ഡലങ്ങളിൽ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. കേരളത്തിൽ വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ, അതായത് വയനാട് ലോക്സഭാ മണ്ഡലവും മറ്റ് 2 മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളുമാണ്. ഇവിടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായും അസാധ്യമാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത്. എന്തായാലും രാജ്യം മുഴുവൻ, ഒരുപക്ഷെ ലോകം മുഴുവൻ ജമ്മു കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കാൻ പോവുകയാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 18-ാം തീയതി 1-ാം ഘട്ടവും സെപ്റ്റംബർ 25-ാം തീയതി 2-ാം ഘട്ടവും ഒക്ടോബർ മാസം 1-ാം തീയതി 3-ാം ഘട്ടവും നടക്കും. ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നടത്തി ഫലം പ്രഖ്യാപിക്കുക. ഹരിയാനയാകട്ടെ ഒരൊറ്റ ഘട്ടമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ ഒക്ടോബർ മാസം 1-ാം തീയതി, അതായത് ജമ്മു കാശ്മീരിൽ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഹരിയാന തെരഞ്ഞെടുപ്പും ആ ദിവസം തന്നെ നടക്കും. ഒക്ടോബർ 4-ാം തീയതി 2 സംസ്ഥാനങ്ങളിലെയും ഫലം നമുക്ക് അറിയാൻ സാധിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും എല്ലാം നിർണായകമാണ്. കാരണം 2024 BJPക്ക് കേവല ഭൂരിപക്ഷം എന്ന ഒരു നമ്പറിലേക്ക് ഒറ്റയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല. 2014-ലും 2019-ലും BJP അത് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടി ജനസ്വാധീനം ഇപ്പോഴും തങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ BJPക്ക് സാധിക്കും. ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി കൈവരിച്ച ചെറിയ നേട്ടം, ആ നേട്ടം ഇനിയും നിലനിർത്താൻ കഴിയുമോ എന്ന് ഇന്ത്യ മുന്നണിക്കും തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതീവ നിർണായകമാണ്. ഹരിയാനയിലെയും ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടത് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു തലത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതൊരു രാഷ്ട്രീയ ആംഗിളിലൂടെ അല്ല അതിനെ കാണേണ്ടത്. കാരണം ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതും 2019 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് 370-ാം വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കാശ്മീരിൽ മുമ്പുണ്ടായിരുന്ന ലഡാക്ക് പ്രദേശം അതൊരു കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടരും. സംസ്ഥാന സ്റ്റാറ്റസ് ഇപ്പോൾ ജമ്മു കാശ്മീരിന് മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള 119 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ അത് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം അവിടെ മണ്ഡല പുനർനിർണയമൊക്കെ നടത്തിയിരുന്നു. നേരത്തെ 111 സീറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 119 സീറ്റുകളായി വർദ്ധിച്ചിട്ടുണ്ട്. 90 സീറ്റുകളിൽ മാത്രമാണ് അവിടെ മത്സരം നടക്കാൻ സാധ്യതയുള്ളത്. 24 സീറ്റുകൾ ജമ്മു കാശ്മീർ പാകിസ്ഥാൻ അധീന കശ്മീരിൻ്റെ അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. 5 സീറ്റുകൾ നോമിനേറ്റഡ് MLA-മാരാണ്. അതുകൊണ്ട് തന്നെ മത്സര സാധ്യതയുള്ളത് 90 സീറ്റുകളിലേക്കാണ്. നേരത്തെ മത്സര സാധ്യതയുണ്ടായിരുന്നത് 87 സീറ്റുകളിലേക്കാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ലഡാക്ക് എന്ന ഭാഗം മാറ്റി അതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കിയിട്ട് പോലും 3 സീറ്റുകൾ അധികമായിട്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 11,000-ൽ പരം ബൂത്തുകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുക. ഓരോ ബൂത്തിലും 1000 വോട്ടർമാർക്ക് താഴെയാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പൂർത്തീകരണത്തിലേക്ക് പോകുമായിരിക്കും. എന്തായാലും 2019 കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില വെല്ലുവിളികളും അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേകതകളും ഒക്കെയുണ്ട്. അതായത് 2019 മുമ്പ്, അതായത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള സ്ഥിതിവിശേഷമല്ല ജമ്മു കാശ്മീരിലുള്ളത്. ലഷ്കർ ഇ ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും അതുപോലുള്ള ഹിസ്ബുൾ മുജാഹിദിനും അടക്കമുള്ള
ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് വെല്ലുവിളിയായിരുന്നു, വലിയ വെല്ലുവിളിയായിരുന്നു. പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുമായിരുന്നു. തീവ്രവാദ സംഘടനകളുടെ ഭീഷണി ഉണ്ടായത് കാരണം വലിയ തോതിൽ ജമ്മു കാശ്മീരിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൻ്റെ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നിരുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവേശം നൽകുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ തീവ്രവാദ സംഘടനകളെല്ലാം പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. അവർ ചില നിഴൽ സംഘടനകളൊക്കെ രൂപീകരിച്ച് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ വിഘടനവാദ സംഘടനകളുടെയും തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം ഇപ്പോൾ കശ്മീരിൽ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട നല്ല മാറ്റമാണ്. ആ നല്ല മാറ്റത്തിനിടയിലേക്കാണ് ഇപ്പോഴിത് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളുമുണ്ട്. ഇപ്പോഴും കാശ്മീരിൻ്റെ പല കേന്ദ്രങ്ങളും പല ഭാഗങ്ങളും തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി തുടരെ ചില ഭീകരവാദ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിർത്തിക്കപ്പുറത്ത് നിന്ന് പോലും ഈ ഭീകരവാദ ആക്രമണങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. എന്തായാലും പ്രതിസന്ധികളെക്കാളേറെ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്നത്. അവിടെ ഈ 90 സീറ്റുകളിൽ ആരാണ് ഭൂരിപക്ഷം നേടുക എന്നതൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കശ്മീരിലേക്ക് അല്ലെങ്കിൽ 90കളിൽ കശ്മീരിൽ നിന്നും ഓടിപ്പോയ ഒരു വലിയ വിഭാഗം ജനത അവർ കശ്മീരിലേക്ക് ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് 2019 ശേഷം തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്കുകൂടി വോട്ടവകാശം കൊടുക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കശ്മീരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഈ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും, എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്യാനെത്തും, എത്രമാത്രം സമാധാനപരമായിരിക്കും കശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുക, ഇതെല്ലാമാണ് എല്ലാവരും നിരീക്ഷിക്കുന്ന കാര്യം. എന്തായാലും കശ്മീരിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാധാരണമായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്. BJP ആണ് ഭരണത്തിലുള്ളത്. 90 അംഗ നിയമസഭയാണ്. 46 പേരുടെ പിന്തുണ വേണം ഭൂരിപക്ഷത്തിന്. ഇപ്പോഴുള്ള സർക്കാരിന് 43 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. ചെറിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ BJPയും അവിടെ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ നേതൃമാറ്റം ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് അവിടെ ഒരു മുഖം മിനുക്കലിന് BJP തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ മറ്റു മാറ്റങ്ങൾ എങ്ങനെ എന്ന് ഇനി കണ്ടു തന്നെ അറിയണം. എന്തായാലും BJP അവിടെ ശക്തമായി തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. ഭരണം പിടിക്കുക അല്ലെങ്കിൽ തുടർ ഭരണം നേടുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. പക്ഷേ BJP സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവരെ താഴെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കടുപ്പമേറിയ പണിയാണ്. സാധിക്കാത്തതൊന്നുമല്ല. ഇപ്പോൾ പ്രത്യേകിച്ചും 29 MLA കോൺഗ്രസ്സിന് മാത്രമായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഹരിയാന രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ മാറുക എന്ന് കണ്ടു തന്നെ അറിയണം. ഒക്ടോബർ 4-ന് ഫലം വരുമ്പോൾ എല്ലാ പാർട്ടികൾക്കും, ഭരണകക്ഷിക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുമെല്ലാം നിർണായകമാവുകയാണ് ഹരിയാന തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമാവുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.